കൊള്ളാം. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു, ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. കോൺഗ്രസ് നേതാക്കന്മാർ, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ എഴുതി കൊടുത്തതുപോലെ തന്നെ രാഹുൽ ഗാന്ധി തുറന്നു പറയുകയും ചെയ്തു. അതായത് കേരളത്തിൽ വികസനമില്ല എന്നതാണ് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞത്. ആദ്യമായി രാഹുലിനെ തിരുത്തുകയാണ്. കാരണം തിരുത്തിയില്ലെങ്കിൽ അത് കേരളത്തിന് തന്നെ അപമാനമാണ്. ഉത്തർപ്രദേശോ അല്ലെങ്കിൽ ഗുജറാത്തിലെ ചില ഗ്രാമങ്ങളോ അല്ല കേരളം, മറിച്ച് കേരളം വികസനത്തിലും മുന്നിൽ തന്നെയാണ്. ദേശീയപാത വികസനമായാലും ജയിൽ പദ്ധതിയായാലും പൊതുമേഖലാ രംഗത്തെ വികസനമായാലും കേരളം ഒരുപാട് മുന്നിൽ തന്നെയാണ്. രാഹുൽ ഗാന്ധി എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ശബരിമല വിഷയത്തിൽ കേരളത്തിൽ ഉടനീളം ഹർത്താലുകൾ സൃഷ്ടിച്ച് കലാപത്തിനുള്ള വഴിയൊരുക്കിയ സംഘപരിവാറിന്റെ ഗുണ്ടകളെക്കുറിച്ച്, ക്രിമിനലുകളെക്കുറിച്ച്, സംഘപരിവാറിന്റെ നരഭോജികളെക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല, മിണ്ടാൻ അനുവദിച്ചില്ല എന്ന് വേണം പറയാൻ. അതായത് സംഘപരിവാറിന്റെ പല പ്രവർത്തകരും ഹർത്താലിനെ മുന്നിൽ നിർത്തി നാടകം കളിച്ച് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച് കോഴിക്കോട് മിഠായി തെരുവ് പോലെയുള്ള സ്ഥലങ്ങളിൽ കലാപത്തിന് വേണ്ടി തന്നെ കോപ്പുകൂട്ടാൻ മുന്നോട്ട് വരികയും അതിനുവേണ്ടി ആയുധങ്ങൾ ക്ഷേത്രത്തിനകത്ത് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തത് പരസ്യമായ രഹസ്യമാണ്. അതിനുപോലും ഒരു പ്രാവശ്യം പോലും മിണ്ടാൻ അല്ലെങ്കിൽ മിണ്ടിപ്പിക്കാൻ രാഹുലിനെ മുന്നോട്ട് കൊണ്ടുവരാൻ കോൺഗ്രസിന്റെ നേതാക്കൾ തയ്യാറായില്ല. മറിച്ച് കോൺഗ്രസിന്റെ നേതാക്കൾ രാഷ്ട്രീയം കളിക്കുകയായിരുന്നു എന്ന് വേണം എടുത്തു പറയാൻ. കോൺഗ്രസ് പിണറായി വിജയനെ മുന്നിലോട്ട് വെച്ചത് ശബരിമല വിഷയമായിട്ടാണോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടാണോ എന്നുള്ളത് വിശദമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ പോലും കാസർഗോഡ് മഞ്ചേശ്വരത്ത് ബായാറിൽ ഒരു പാവം മുസ്ലിയാരെ അതിക്രൂരമായി സംഘപരിവാറിന്റെ ഗുണ്ടകൾ ആക്രമിച്ചു. പലകയിൽ ആണി തറപ്പിച്ച് അടിച്ച് മാരകമായിട്ടുള്ള മുറിവേൽപ്പിച്ചു. ഒരു ആണി തലയിലേക്ക് ആഞ്ഞു പതിച്ച് തലച്ചോറിന് പരിക്കുണ്ടാക്കുന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള മാരകമായിട്ടുള്ള പരിക്കുകളോടെ ആ മുസ്ലിയാര് ഇന്നും ആശുപത്രിയിലാണ്. ആ വിഷയത്തെ ഒന്ന് മുന്നിൽ നിർത്തി രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ കോൺഗ്രസിന്റെ കേരള നേതൃത്വം തയ്യാറായിരുന്നുവെങ്കിൽ സംഘപരിവാറിന്റെ കേരളത്തിലെ വിളയാട്ടം ദേശീയ ശ്രദ്ധ ആകർഷിച്ചനെ. അല്ലെങ്കിലും പണ്ടേ അങ്ങനെ തന്നെയാണ്. സംഘിച്ചായ്വുള്ളവർ ഇന്നും കോൺഗ്രസിനകത്തുണ്ട്. ആ അത്തരക്കാർ മാഞ്ഞു പോയില്ലെങ്കിൽ കേരളത്തിലെ പിണറായി വിജയനെയും അല്ലെങ്കിൽ കേരള സർക്കാരിനെയും കുറ്റം പറയാൻ മാത്രമായിരിക്കും രാഹുലിന്റെ സന്ദർശനത്തെ ഇക്കൂട്ടർ ഉപയോഗിക്കുക. ഒരു കാര്യം വ്യക്തമാണ്, സംഘപരിവാർ കലാപത്തിന് ശ്രമിച്ചിരുന്നു. ആ കലാപത്തിന് വേണ്ടി അവർ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിയും വെച്ചിരുന്നു. അത് തടയാൻ ആർജവം കാണിച്ചത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. വിശ്വാസികളുടെ വിശ്വാസം ഹനിക്കപ്പെടരുത്, അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. പക്ഷേ അത് നിയമപരമായിട്ടുള്ള രീതികളിലാണ്. അല്ലാതെ വിശ്വാസത്തെ മുന്നിൽ നിർത്തി നാടകം കളിക്കുന്നവർക്ക് വേണ്ടി ഒത്താശ ചെയ്യാൻ വന്നവർക്ക് കുഴലൂതാൻ ഒരിക്കലും ഒരു നീതിന്യായ ബോധമുള്ള ഒരു സർക്കാരും തയ്യാറാവില്ല. രാഹുൽ ഗാന്ധിയുടെ സന്ദർശന വേളയിൽ മറ്റുള്ള പല വിഷയങ്ങൾ ചർച്ച ചെയ്തെങ്കിലും ശബരിമല വിഷയത്തിൽ സംഘപരിവാറിന്റെ ക്രിമിനലുകൾ ചെയ്ത കൊള്ളരുതായ്മകളെ മറച്ചുപിടിക്കാൻ ചിലർ കരുതിക്കൂട്ടിയ നീക്കങ്ങൾ നടത്തി എന്ന് വേണം പറയാൻ. അതായത് രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ സംസാരിക്കാമായിരുന്നു സംഘപരിവാറിന്റെ കേരളത്തിലെ ഗുണ്ട ആക്രമണങ്ങളെക്കുറിച്ച്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.